Hello all, this is Anuja and you are watching Essence of Science. Glowing and clear skinന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് വളരെയധികം ട്രെൻഡിങ് ആണ് അല്ലെ. സോ വാട്ട് ഇസ് ഗ്ലൂട്ടാത്തിയോൺ? നമ്മുടെ ബോഡിയുടെ അകത്തുള്ള സെൽസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, സെൽസിനെ ഡാമേജസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നാച്ചുറലായി നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ലിവർ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയും യൂസ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ലിവർ ഡിസീസിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മെഡിസിൻ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്? അതൊരു ചെറിയ കഥയാണ്. പണ്ട് കാലങ്ങളിൽ ലിവർ ഡിസീസിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെഡിസിൻ ആയിരുന്നു ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. അങ്ങനെ ലിവർ ഡിസീസിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്ന ഈ മരുന്ന് ആ പേഷ്യൻസിലെ ലിവർ ഡിസീസ് മാറ്റുകയും ഒപ്പം തന്നെ സ്കിൻ പിഗ്മെന്റേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അതൊരു വ്യക്തി ഫൈനലി സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നൗ ഇറ്റ്സ് വെരി ട്രെൻഡിങ്. എല്ലാവരും ഇതിന്റെ ക്രീംസ്, IV ആൻഡ് ഓറൽ ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ ആണോ? ഗ്ലൂട്ടാത്തിയോണിന്റെ ക്രീം ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഓക്കെയാണ്. കാരണം അത് വളരെയധികം കൂടുതലായി യൂസ് ചെയ്താൽ മാത്രമേ അത് ഇറിറ്റേഷൻ ആൻഡ് ഇച്ചിങ് സെൻസേഷൻസ് കോസ് ചെയ്യുകയുള്ളൂ. അല്ലാതെ അത് മെയിൻ ബ്ലഡ് സ്ട്രീമിലോട്ടേക്ക് അബ്സോർബ് ചെയ്ത് ഇന്റേണൽ ഓർഗൻസിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കുറവാണ്. ഇനിയിപ്പോ നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അണ്ടർ ആംസ്, അവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ബ്ലഡ് സ്ട്രീമിലോട്ടേക്ക് അബ്സോർബ് ആവാനുള്ള ചാൻസസ് ഇത്തിരി കൂടുതലാണ്. എങ്കിലും അത് ഇന്റേണൽ ഓർഗൻസിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ നിങ്ങൾ IV അല്ലെങ്കിൽ ഓറൽ ടാബ്ലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗ്ലൂട്ടാത്തിയോൺ IVs ഇൻടേക്ക് ചെയ്യുമ്പോൾ ഗ്ലൂട്ടാത്തിയോൺ വൈറ്റമിൻ സിയുടെ ഒരു കോമ്പിനേഷനോട് കൂടിയായിരിക്കും ആ IV നിങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ടാവുക. സോ എന്താണ് ഈ കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ബ്ലഡ് ഫിൽട്ടറേഷൻ ആണ് കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ വൈറ്റമിൻ സിയുടെ അളവ് ഇവിടെ കൂടുതലാകുമ്പോൾ ആ എക്സസ് വൈറ്റമിൻ സി ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി കിഡ്നിക്ക് ഓവർ ആയിട്ടുള്ള വർക്ക് ലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അത് കിഡ്നി ഫംഗ്ഷനിങ്ങിനെ എഫക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ amount എക്സസ് ആയി കഴിഞ്ഞാൽ ഇത് ലിവർ ഡിസീസും അതേപോലെ ഹോർമോണൽ ചേഞ്ചസ് കാരണം തൈറോയ്ഡ് ഗ്ലാൻഡ്സിനെയും എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഗ്ലൂട്ടാത്തിയോണിന്റെ IV റെഗുലേറ്റഡ് അല്ല, അതിനകത്ത് ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കിഡ്നിയെ എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിൽ നാച്ചുറലായി പ്രസന്റ് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എക്സസ് ആയി ഇൻടേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് കമ്പൽസറി ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയി ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഫ് സോ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. സോ സീ യു ഓൾ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.